ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നൗഫിയാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലിവിടെ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി ആദ്യം പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ല അവൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് റോസ്റ്റ് ചെയ്തിട്ട് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് ക്രിസ്പായി വരുമല്ലോ, നമുക്കൊന്ന് പൊടിച്ചെടുക്കാൻ പാകത്തിലാവുമ്പോൾ അതിലേക്ക് 1/4 കിലോത്തോളം ശർക്കര, പഞ്ചസാര ചേർക്കരുത് കേട്ടോ, ശർക്കര ചേർക്കാം. ശർക്കര ചേർത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഒരു നാളികേരം മുഴുവനും ഞാൻ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തില്ല, പകുതി ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് 2 ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഈ ചൂട് തട്ടി ഈ അവലൊക്കെ ഒന്ന് മെൽറ്റായി വന്നോളൂ കേട്ടോ. അത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ അരിപ്പൊടിയാണ് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ. പിന്നെ അതിലേക്ക് ഞാനിത് ഒരു അരിപ്പൊടിയൊക്കെ നല്ല ബോളാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനൊരു ഉരുളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് കുഴിച്ച് പരത്തിയെടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ബോൾസ് കയ്യിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തടയി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ കയ്യിൽ വെളിച്ചെണ്ണ തടയി കൊടുക്കുമ്പോൾ ഈ പൊടിയില്ലേ കയ്യിലേക്ക് ആവില്ല. പിന്നെ ഈ വെളിച്ചെണ്ണയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലും ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ കയ്യിൽ പതുക്കെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് പതുക്കെ ഇതുപോലെ നമ്മൾ തള്ളവിരലുകൊണ്ട് ഒന്നിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്കത് നല്ലൊരു കുഴി പോലെ വരും. അപ്പോൾ അതിലേക്ക് ഞാൻ ബാക്കിയുള്ള ഫില്ലിങ്ങും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ പൊടിയിലും ഞാൻ ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഞാനിതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ഇഡ്ഡലി തട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഞാൻ എല്ലാ ബോൾസും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കും. ഒരു 15 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്കും എൻ്റെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. 10-15 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. ബായ്.